ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള വെള്ളപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വെള്ളപ്പത്തിന് നമുക്ക് അരി കുതിർക്കേണ്ട, അരി അരയ്ക്കേണ്ട, അരിപ്പൊടി വേണ്ട, അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും വേണ്ട. പെട്ടെന്ന് തന്നെ നമുക്കൊരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു വെള്ളപ്പമാണിത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വെള്ളയപ്പത്തിൻ്റെ മാവ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് റവയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. റവ വറുക്കാത്തതോ വറുത്തതോ എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വറുത്ത റവയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എൻ്റെ കയ്യിൽ ഇപ്പോൾ വറുത്ത റവയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് സമയം ഒന്ന് വെക്കാം. അപ്പോൾ ഇതിലേക്കുള്ള ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കുമ്പോഴേക്കും ഈ ഒരു റവ ചെറുതായിട്ടൊന്ന് കുതിർന്നിട്ടുണ്ടാവും കേട്ടോ. ഇളം ചൂടുള്ള വെള്ളമാണല്ലോ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ റവ പെട്ടെന്ന് കുതിർന്ന് കിട്ടും. ഒരുപാട് നേരം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിനി ഇതിലേക്ക് തേങ്ങ വേണം. അപ്പോൾ ഒരു തേങ്ങ ചിരകുന്ന സമയമൊക്കെ ഇങ്ങനെ തന്നെ ഒന്ന് അടച്ചു വെച്ചാൽ മതി. അപ്പോൾ ഞാൻ തേങ്ങ ഒക്കെ ചിരവി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു തേങ്ങ ചിരവി വരുന്ന ആ ഒരു നേരം കൊണ്ട് തന്നെ റവ ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. പിന്നെ വറുത്ത റവ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആ ഒരു വെള്ളമൊക്കെ വലിച്ചെടുക്കും കേട്ടോ. ഇനി നമുക്കിതിലേക്കൊരു 1/2 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ തേങ്ങൻ്റെ നാരൊക്കെ പെട്ടിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റട്ടെ. പിന്നെ ഇതിലേക്ക് 1/4 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ വറുത്ത റവയായതുകൊണ്ട് 1/4 കപ്പ് നിറച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ചോറ്. വറുക്കാത്ത റവയാണെന്നുണ്ടെങ്കിൽ 1/4 കപ്പ് തന്നെ മതി, കൂടുതൽ വേണ്ട. കൂടുതൽ ചോറായി കഴിഞ്ഞാൽ നമുക്ക് അപ്പത്തിന് ഒരു ഒട്ടൽ വരും കേട്ടോ. അപ്പോൾ ആ ഒരു ഇത് എല്ലാം കറക്റ്റ് മെഷർമെൻ്റ് ആണ്. 1 കപ്പ് റവയിലേക്ക് 1/2 കപ്പ് തേങ്ങയും 1/4 കപ്പ് ചോറും അത്രയും തന്നെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും അതുപോലെ 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതാ നമ്മളിവിടെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അരച്ചെടുക്കാം. ഒരുപാട് വെള്ളം ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. കാരണം ഇത് തേങ്ങയൊക്കെ ഒരുപാട് വെള്ളത്തിലാവുമ്പോൾ അരഞ്ഞ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പോൾ ആ ഒരു ലെവലിൽ നമ്മുടെ ഈ ഒരു മാവിൻ്റെ ലെവലിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ജാറടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് നമുക്ക് ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതിലെല്ലാം പോരാൻ വേണ്ടിയിട്ട് ചുഴറ്റിയിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മാവ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഒരുപാട് ലൂസായിട്ടുമില്ല, ഒന്നും ഒരുപാട് കട്ടിയായിട്ടുമില്ല. നമുക്ക് ആ ഒരു ചുറ്റിച്ചെടുക്കാനുള്ള ആ ഒരു പാകത്തിൽ വെള്ളയപ്പത്തിൻ്റെ ആ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസി എല്ലാവർക്കും അറിയാമല്ലോ. ആ ഒരു ലൂസിലാണ് കേട്ടോ. ഈ ഒരു ലൂസിലാണ് ഇപ്പോൾ നമ്മുടെ മാവുള്ളത്. ഇനി നമുക്കിതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നല്ല ചൂടുള്ള സ്ഥലത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അരമണിക്കൂർ കൊണ്ട് തന്നെ മാവ് പൊങ്ങിക്കിട്ടും കേട്ടോ. ചൂടുള്ള കാലാവസ്ഥയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ. ഇനിയിപ്പോൾ തണുപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 3/4 മണിക്കൂർ വരെ വെക്കാം. ഇപ്പോൾ ദാ 1/2 മണിക്കൂർ കൊണ്ട് തന്നെ നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളയപ്പം ചുട്ടെടുക്കാം. അപ്പോൾ അതിന് ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാ വെള്ളപ്പച്ചട്ടി ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഞാനിതിനൊരു 1.5 കയ്യിൽ മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കാം. ഇനി ഒരു 2 മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുത്താൽ നമ്മുടെ അടിപൊളി റവ വെച്ചിട്ടുള്ള വെള്ളപ്പം റെഡിയായി. അപ്പോൾ അരി കുതിർത്തിട്ടില്ലെങ്കിലും അതുപോലെ അരിപ്പൊടി ഇല്ലെങ്കിലും ഒന്നും നമുക്ക് ടെൻഷനൊന്നും വേണ്ട. വളരെ പെട്ടെന്ന് രാവിലെ തന്നെ നമുക്ക് മാവൊക്കെ കൂട്ടിയിട്ട് അരമണിക്കൂറിൻ്റെ ഉള്ളിൽ നമ്മൾ കറിയൊക്കെ റെഡിയാക്കുന്ന ആ ഒരു നേരത്തിൻ്റെ ഉള്ളിൽ മാവ് പൊങ്ങി വരാനെടുക്കുള്ളൂ. ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് വെള്ളപ്പം ഇതുപോലെ ചുട്ടെടുക്കാം. അപ്പോൾ നിങ്ങൾക്കൊരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. പിന്നെ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്